ഗായ്സ് ഞാൻ പോവാണ് ഗായ്സ്. ഇന്ന് നമുക്കൊരു വീട്ടിരിക്കലുണ്ട് കോയമ്പത്തൂര്. നമ്മൾ വീട്ടിരിക്കലിന് പോവാണ് ഗായ്സ്. ആരും ഇല്ലാട്ടോ, ഞാനും മമ്മി മാത്രമേ ഉള്ളൂ. അൻസിലിന് വയ്യ, ട്രെയിനിലിരിക്കാൻ പറഞ്ഞു. അസിന് പിന്നെ എക്സാമാണ്, അസിനും വരാൻ പറ്റില്ല. അപ്പം ഞാനും മമ്മി മാത്രമാണ് ഗായ്സ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ ഗായ്സ്, ലക്കിടി റെയിൽവേ സ്റ്റേഷൻ. ഓക്കേ, ഭക്ഷണം കഴിക്കി പോയിട്ട് ഇതെൻ്റെ സുന്ദരിപ്പെണ്ണെ ഞാൻ പോവാണ് കേട്ടോ. വൈകിട്ട് വരാം. ഓക്കെ ഗായ്സ്, 1 മണിക്കൂർ ട്രെയിൻ ലേറ്റാണ്. നമ്മൾ നേരത്തെ വന്നിരിക്കുന്നു. ഇവിടെ പോസ്റ്റാണ് ഗായ്സ്. ഇനി കുറേ ടൈം എടുക്കും. രാവിലെ തന്നെ വന്ന് പോസ്റ്റാണ്. നേരത്തെ ഇറങ്ങി, എങ്ങാനും ട്രെയിൻ തെറ്റിയാൽ വെച്ചിട്ട്. പിന്നെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഇൻട്രോ എടുത്തിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ അതും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. പിന്നെ ടൈം ഉണ്ടായിരുന്നില്ല, നേരം വൈകിട്ട്. എൻ്റെ പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എൻ്റെ വള കാണണ്ട നിങ്ങൾക്ക്? വള തമിഴ്നാട് പോകുമ്പോൾ തമിഴ്ത്തിയാവാൻ വിചാരിച്ചു. എങ്ങനെയുണ്ട്? ഇന്ന് കുറച്ച് തമിഴ്നാടൻ ലുക്കിലാണ് പോണത്. ആരുമില്ല, മമ്മിയും ഞാനും മാത്രം. മമ്മി അവിടെ നിന്ന് വർത്തമാനം പറയാണ്. അപ്പം ഞാനും ഇങ്ങനെ ഇങ്ങോട്ട് വന്നു വീഡിയോ എടുക്കാൻ വെച്ചിട്ട്. കച്ചവടം പിന്നെ സ്റ്റാർ ഇതൊക്കെ ഉണ്ടായിരുന്നേ. പോത്തന്നൂർ ജംഗ്ഷൻ എത്തി ഗായ്സ്. ജംഗ്ഷനെത്തി. എന്നെ കൂട്ടാതെ പോണ് നോക്ക് ഗായ്സ്, എന്നെ കൂട്ടാതെ പോണ് നോക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാൻ അങ്ങോട്ട് ഫസ്റ്റ് ടൈം വരുന്നത്. പോത്തന്നൂർ വന്നിട്ടുണ്ട്. ഞാനിതിലെവിടെ ഇരിക്കും? ഒരു ബൈക്കിൽ 4 പേര് വന്നത്, ഞാൻ എവിടെ ഇരിക്കും? അനുമാമ വിളിക്കാൻ വരാ പറഞ്ഞ് നിൽക്കുകയാണ് ഗൈസ്. എവിടെ പോയാലും പിന്നെ പോസ്റ്റാണ്. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയി പോസ്റ്റ്. ഇപ്പോൾ സമയം 12:15 ഗൈസ്. പക്ഷെ ചൂടില്ല കേട്ടോ. നമ്മളോടാണെങ്കിൽ ചുട്ട് കരിഞ്ഞ് കരിക്കട്ടേനു. പക്ഷെ ഇവിടെ നല്ല കാറ്റും നല്ല ക്ലൈമറ്റും. പക്ഷെ ചൂടില്ല. എവിടെ എത്ര നമുക്ക് വീട് അറിയില്ല കേട്ടോ. അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ട തമിഴ്നാട് പട്ടുസാരി, ഷോള്, മുല്ലപ്പ. എങ്ങനെയുണ്ട് ഗൈസ്? ചുമ്മടുത്ത് വെച്ചാണ് ഗ്ലാസ്. തമിഴ്നാട് അങ്ങോട്ട് വരികയല്ലേ, കുറച്ച് പൊലിവായിക്കോട്ടെ വിചാരിച്ചു. നിങ്ങളൊന്നും ഉണ്ടായിരിക്കും, ഞാൻ അവിടെ വീഡിയോ എടുക്കുക. വെറുതെ വർത്തമാനം പറയുന്നു. വീണ്ടും പോസ്റ്റാണ് ഗൈസ്. ഷാനുമാമ എത്തിയില്ല, അവിടെ തിരക്കാണ്. വീഡിയോക്കലിന് ഒരു തിരക്കാണ്. അപ്പോൾ അവരിപ്പോൾ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളവിടെ ഇരിക്കുകയാണ്. തമിഴ്നാട് ഇതാ നല്ല സുഖം. ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ആരുമില്ലാതെ ഏതോ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കണം. അങ്ങനെ നമ്മളെത്തി ഗൈസ്. വീടിരിക്കലിൻ്റെ ഇതവിടൊക്കെ എത്തിട്ടോ. ഒരു മുടി കാറ്റ് കാരണം എടങ്ങാറായി. കണ്ടോ, വീടിൻ്റെ പണി ഫുള്ളായി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയും അവർക്ക് വീടിൻ്റെ പണികളൊക്കെ ഉണ്ട്. തമിഴ്നാട് ഗൈസ്. വീടിൻ്റെ ഇനി കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ. കണ്ടോ, ഫുൾ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും ഒരു വീട്ടിലേക്കൊക്കെ വെച്ചു ഗൈസ്. എനിക്ക് ഷാനുബായി വീട്ടിലേക്ക് എത്തി. ഇപ്പം എത്ര സമയം? 12 മണി. എനിക്ക് തലയിൽ വെക്കാൻ തന്നാണ് പോകും ഊട്ടി റോസ്. വീടിൻ്റെ ഉടമസ്ഥ ഹിന്ദിയാണ്. ഫുൾ പട്ടാനീസ് ഫാമിലിയാണ്. ഇവിടെ വന്നപ്പോൾ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്നെ ഭയങ്കര ഇഷ്ടമായി. ഇത്രതാ
എന്നോട് പറയാൻ എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന്. എന്താ ചെയ്യാ, എന്റെ ഫാൻസ് തമിഴ്നാട് വരുത്തി ഗായ്സ്. വിചാരിക്കുന്ന പോലെ ഇല്ല കേട്ടോ. ഷാനിമാമ ഭയങ്കര റിച്ച. 3 നിലയാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. 3 നില ആയാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അടിപൊളിയായിട്ടുണ്ട്. ഇതിന് വാടകയ്ക്ക് കൊടുക്കാൻ കേട്ടോ പോണത്. 3rd ഫ്ലോർ കയറുകയാണ് ഗായ്സ്. 3rd ഫ്ലോറാണ്. 3 നിലയൊക്കെ കയറണമെങ്കിൽ ലിഫ്റ്റ് വെക്കേണ്ടി വരും. ഞാനൊക്കെ കയറി ഇറങ്ങിയ ഇതാണ് തമിഴ്നാടിൻ്റെ ഭംഗി ഗായ്സ്. പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മാസ് അടിപൊളിയുണ്ട്. നോക്ക്, നല്ല ഭംഗിയുണ്ട് ഗായ്സ്. നമുക്ക് കഴിക്കണ്ടേ, വിശക്കാൻ തുടങ്ങിയിട്ട് ഗായ്സ്. ഇതെന്താ ഷാനിമാമ ഇത്രയും വലിയ കയറ്? ഇതെന്തിൻ്റെത്? അതെ. ഇതെന്താ 3 ടാങ്കൊക്കെ വെച്ചിരിക്കണ്? 3 ഫ്ലോറിലേക്കുള്ളത് ഇല്ലേ? അയ്യോ, നമ്മളോട് 1 ടാങ്ക് വെച്ചാൽ തന്നെ 10 ദിവസം എത്തും. തിരുമ്പലും കുളിക്കലും തുടക്കലൊന്നും ഇല്ലല്ലോ. ഇവിടെ 3 വെച്ചിക്കണ്. ഇന്നെന്തോ തമിഴ്നാട്ടിലേക്ക് എന്തോ ഒരു പ്രത്യേകതയാണ്. ചെണ്ടയും മേളവും കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. കാറ്റ്, നല്ല കാറ്റ്. നിങ്ങൾക്ക് കേൾക്കുള്ളൂ, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ആകെ ഇംഗ്ലീഷ്, തമിഴ്, അവരുടെ ഉറുദു, അത് മാത്രമേ ഈ 3 ഭാഷകളും. മലയാളം അറിയില്ല. അത് ഞാൻ പറയണ ഒന്നും അറിയില്ല. ഇത് ഷാനിമാമാൻ്റെ 2 പിള്ളേർ, ആൺപിള്ളേർ. ഇങ്ങോട്ട് തീരെ റെഡ് കുട്ടി. 2 പേർക്കും മലയാളം അറിയില്ല ഗായ്സ്. എന്ത് ചെയ്യുന്നു 2 പേരും? വെയില്, ചമാതിരി വെയിൽ. സമയം എത്രയെന്നറിയോ? 12:50 ഗായ്സ്. പക്ഷെ ചൂടൊരു പൊട്ടി പോലും ഇല്ല. മുഖത്ത് കൊയിലടിക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റ് പോലത്തെ. ഫുൾ പട്ടാണീസ് ഗായ്സ്. ഉറുദു 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 ഉറുദു. നമുക്കൊന്നാണ് പൊട്ടൻ പൂരം കണ്ട പോലെ ഈ എൻ്റെ അവസ്ഥ. ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നു ഗായ്സ്. അന്നേരം തമ്പി ഗായ്സ് ചെറിയ പിടിച്ച് താഴത്ത് കുന്തിയിട്ടാലോ. എന്ത് ചെയ്യും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാണ്. പിന്നെ ടൂർ പോകുമ്പോൾ എണ്ണ അടിക്കാൻ ആളില്ല ഗായ്സ്. എന്തും പിന്നെ അതൊക്കെ തോന്നല. എനിക്കെന്നെ കെട്ടിയോണ്ടേ ഞാൻ അതൊന്നല്ല. ആദം ഖലീഫ നോക്കുകയാണ് എവിടെയാണ്. കണ്ടിട്ടില്ല. മുഖം മറച്ചിട്ട് തന്നെ ഉണ്ട് വീഡിയോയിൽ നിൽക്കണ്ട വെച്ചിട്ട്. ഖലീഫ ഇവിടെ വരൂ. ഹലോ, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട്. ഹായ്. ഇതങ്ങനെ വാപ്പക്കുട്ടിയാണല്ലോ പഠിച്ചോര്. ഇതാണ് ഗായ്സ് നമ്മളെ മച്ചു. എന്റെ മുത്തും എവിടെ നിന്നാലും ഗായ്സ് നമ്മളെ നിസിരി പാപ്പ. എന്താ പേര്? എന്താ മുല്ലപ്പൂ കൊടുന്നില്ല? റജി മമ്മിക്കിട്ടെ. നിസിരി പാപ്പ എവിടെ? ഇവിടെ വാ, നോക്കട്ടെ, ഡ്രസ്സ് നോക്കട്ടെ. അടച്ചോനി എന്ത് ഭംഗിയാ കാണാന്. ശരിക്കും മഴ കണ്ടപ്പോ നോക്ക്. എന്നെ രൂക്ഷമായി നോക്കുന്നു ഗായ്സ്. ഇവിടെ കൊച്ചനെ ചതിച്ചു. വീഡിയോ കൊച്ചങ്ങനെ നോക്കൂ. ഇവിടെ നോക്ക്. ഹലോ. അടുത്തോനെ വിറ്റി പറഞ്ഞു. മറ്റു ചെറിയൊരു ചോദ്യം. നീ വളരെ ക്ഷീണമാണല്ലോ. നീ എന്തുകൊണ്ട് ഇത്ര ക്ഷീണിച്ചു പോയി? നിന്റെ ഭർത്താവ് നിനക്ക് ഭക്ഷണം കഴിക്കാൻ തന്നില്ലേ? എത്രയാണ് പഠിക്കുന്നത് നിസ്രി? 4th സ്റ്റാൻഡേർഡ് പോവുകയാണ് കേട്ടോ. എന്റെ പേരെന്താ പറയും? ഷംന ദീദി. മറന്ന പേര്? ശാന്തിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്യുള്ളൂ ഗായ്സ്. എന്നെ കളിയാക്കിയതാണ് ഗായ്സ്. പ്ലേ ബട്ടൺ ഞാനൊക്കെ ഒതുങ്ങിയിരുന്ന അവിടെ. എന്നോടൊതുങ്ങിയിരിക്കാൻ ഗായ്സ്. ഒന്ന് ആലോചിച്ച് നോക്ക് ഗായ്സ്. എന്നോട് ഉറക്ക ഗായ്സ് എന്ന് പറയാൻ പറഞ്ഞ് ഞാൻ ഉറക്ക പറഞ്ഞതാ. നിസ്രി പാപ്പനെ യൂട്യൂബിലുള്ള പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ഗായ്സ് കേട്ടില്ലേ ഗായ്സ് കേട്ടില്ലേ?
പറഞ്ഞപ്പോ മച്ചു അവിടെ എത്തി ഗൈസ്. ഇത്ര നേരം മിണ്ടോ. ഞങ്ങൾ പലതരം അഭ്യാസങ്ങളും കാണിക്കും ഗൈസ്, വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. എന്തൊരു സ്റ്റൈല് നോക്ക്, അവിടെ കാണിക്കടാ, കാണിക്കന്നെ വേണം. നിനക്ക് കുറച്ചധികം, നിന്റെ മണ്ടെല്ലാം മുട്ടുണ്ട്. നിങ്ങൾ നോക്കടാ ഓടി, നിന്റെ മണ്ടല്ല, നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്തൊരു ഉത്തരവാദിത്തമാണ് ഗൈസ്. എല്ലാവരും സീറ്റ് ഒഴിഞ്ഞോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി. ഗൈസ് 1 മണിക്കൂർ ഇവിടെ 3 പേര് ഭക്ഷണം കഴിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് ബിരിയാണി കഴിക്കാൻ പോവുകയാണ് ഗൈസ്. പൊന്നു 1 മണിക്കൂറായി കഴിക്കണം, ഇനിയും കഴിഞ്ഞിട്ടില്ല. എടാ നീ എനിക്ക് തരാൻ ഒറ്റക്ക് കഴിച്ചില്ലേ, എനിക്ക് തന്നില്ലല്ലോ. ഗൈസ് ഗ്രേവി തമിഴ്നാട് ബിരിയാണി ഗൈസ്, തമിഴ്നാട് ബിരിയാണി, ചോന്ന ബിരിയാണി. എനിക്കൊക്കെ ഇതിടൂ ഇതെല്ല്, ഞാൻ എല്ലും കാലും ഇടാൻ പറഞ്ഞു ഗൈസ്. മതി 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 പ്ലീസ്. അല്ല ടാങ്കിത്തോളാണ്. ഇതെന്റെ സ്വന്തം ഭാര്യ, ഇതെന്റെ സ്വന്തം മകൻ, ഇതെന്റെ സ്വന്തം മകൻ, ഇത് ഞാൻ. ഗൈസ് കഴിക്കണം 1 മണിക്കൂർ. ഒരു മനുഷ്യൻ കഴിക്കുമ്പോൾ ഒരു ലിമിറ്റില്ല, ഒരു ലിമിറ്റ്. എന്ത് തീറ്റയാണ് നിനക്ക് വെച്ചിട്ട്. വീഡിയോ വരുമ്പോൾ ഓടുക, വീഡിയോ വരുമ്പോൾ ഓടുക. ഇനി നീച്ചോട് എന്നെ പറ്റിച്ച് ഞാനുമായി എന്നെ എന്തൊക്കെയോ. ബിരിയാണി ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ VIP-കൾക്കൊക്കെ 2nd ഫ്ലോർ. ഓക്കെ, ചോറ് കഴിക്കല് കഴിഞ്ഞു ഗൈസ്, വയർ ഫുള്ളായി. ഷാളിന്റെ പരസ്യമാണ് ഗൈസ്, ഷാളിന്റെ പരസ്യമാണ്. കിട്ടിയിട്ട് ക്ലിപ്പ് കിട്ടിയിട്ട് എനിക്ക് അടിക്കണ്ട. എനിക്ക് ഫുഡ് തീരെ ഇഷ്ടമല്ല ഗൈസ്, പക്ഷെ 1 മണിക്കൂർ ഞാൻ ഇരിക്കുന്നു. എടാ ആദം ഖലീഫ് എന്താ ചോന്ന ചോറ് വെള്ള ചോറ്, നീക്കറ കിടന്ന് മദീന കഴിച്ച നീക്കിടന്ന്. സമാധാനായി സന്തോഷമായി കിട്ടുന്നത് ഗായ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ പോവാണ് 4:40 നമ്മുടെ ട്രെയിനാണ്. അപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ പോവാണ്. ഓക്കെ ബൈ. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പോവാണ് ഗായ്സ്. ഷാനുമാമ റെയിൽവേ സ്റ്റേഷനിലാക്കി തരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പോവാണ്. അങ്ങനെ ട്രെയിന് കിട്ടി, ഇഷ്ടം പോലെ സ്ഥലം, സീറ്റ് ഫുൾ കാലിയായിരുന്നു. അടിപൊളി സ്ഥലം ഗായ്സ്, എന്ത് ഭംഗിയാണ് കാണാൻ. എന്താ മഞ്ഞ അതാ പുകയെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. നമ്മളെ കുഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറക്കാതെ വീഡിയോ കാണണേ. അപ്പോൾ നമ്മൾ പോവാണ്. ഓക്കെ ബൈ. അപ്പോൾ നിങ്ങളെ സ്വന്തം ഷംനാൻ.